Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. അലൻ ജോസ് ആൻഡ് കെസിയ ഗ്രാൻഡ് ഫാദറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ജോർജ് ബെഞ്ചമിൻ എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറിപ്പോകാനും സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാനും, അജിത്ത് തൻ്റെ സഹോദരൻ സുജിത്തിൻ്റെ വിവാഹം മെയ് 14 നടക്കുകയാണ്. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ, ബിബിൻ വർഗീസ് സ്ഥിരമായ ഒരു ജോലി ലഭിക്കാൻ, MBAക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകാൻ, അന്നമ്മ സൈനസൈറ്റിസിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യവും, അതുപോലെ ഡയബറ്റീസ് മാറാൻ, ഡിസ്ക് പ്രോബ്ലം മാറാൻ, എല്ലാ രോഗങ്ങളും മാറിപ്പോകാൻ വേണ്ടി, എബ്രഹാം ആൻഡ് ഫാമിലി കിഡ്നിയിലുള്ള സിസ്റ്റ് പൂർണ്ണമായി മാറിപ്പോകാനും, ഒരു പ്രോപ്പർട്ടി സെയിൽ നടക്കാനും, മുംബൈയിൽ നിന്നുള്ള വെൽവിഷറായ ഒരു സഹോദരി തനിക്കും തൻ്റെ മരുമകൾക്കും നല്ല ആരോഗ്യം ലഭിക്കാനും, ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കാനും, വിൽസൺ ജോർജ് ആൻഡ് മറിയാമ്മ വിൽസൺ മകൾ സാൻഡ്ര മറിയയുടെ ആരോഗ്യത്തിനു വേണ്ടിയും, നല്ലൊരു ഭാവി ആ മകൾക്ക് ഉണ്ടാകാനും, ഒരു സ്വന്തം ഭവനം ലഭിക്കാനും, ബിനു തനിക്ക് പൂർണ്ണമായും മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനും, കടബാധ്യതകൾ മാറിപ്പോകാനും, CJ ആൻ്റണി നല്ല ഒരു ജോലി ലഭിക്കാനും, സ്വന്തം ഭവനം ഉണ്ടാകാനും, ഇത്രയും സ്പോൺസേഴ്സിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സ്പോൺസേഴ്സ് വലിയ വിശ്വാസത്തോടെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം കർത്താവെ നിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ നീ നടത്തി കൊടുക്കുവാൻ നീ സന്നദ്ധനാണല്ലോ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് നീ പറഞ്ഞല്ലോ. ഞങ്ങൾ കർത്താവെ ഈ കേട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, വർഷങ്ങളിൽ ഞങ്ങൾ കേട്ടതുപോലെ അത്ഭുതകരമായ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇത് മുഖാന്തരം അങ്ങ് സഹായിക്കണമേ എന്ന് മാത്രമല്ല, ഇന്ന് അവർ സ്പോൺസർ ചെയ്ത ഈ എപ്പിസോഡ് കാണുന്നവർ അനുഗ്രഹം പ്രാപിക്കുകയും അതിൻ്റെ കൂടെ പ്രതിഫലം കർത്താവെ നീ അവർക്ക് കൊടുക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ ഏപ്രിൽ 17, വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി ഏപ്രിൽ 18, ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. ഈ ആൻറ്റിയുടെ പേര് ലീലാമ്മ എന്നാണ്. ഇവിടെ അടുത്ത് പുനലൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായിട്ട് ഈ ആൻറ്റിയുടെ 2 കൈത്തണ്ടയിലും ഇങ്ങനെ വെള്ള പാണ്ടുകൾ ഉണ്ടാവുമായിരുന്നു. ഓക്കെ. അത് ഏതാണ്ട് 1 വർഷത്തോളം അങ്ങനെ തന്നെ നിന്നു. പലവിധ മരുന്നുകൾ ചെയ്തു, ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ശാരീരികമായ അസ്വാസ്ഥ്യത്തെക്കാൾ ഈ ആൻറ്റിക്കുള്ള പ്രയാസം മറ്റുള്ളവർ കളിയാക്കുന്നതായിരുന്നു. അപ്പോൾ അതൊരു മാനസികമായ പ്രശ്നത്തിനും കൂടെ അതൊരു കാരണമായി തീർന്നു. ഈ വർഷം തന്നെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ വെള്ള പാണ്ടുകളുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ആൻറ്റി പറഞ്ഞത് ഇതാണ്, 1 വർഷമായി മാറാതിരുന്നത് ഏതാണ്ട് 7 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി മാറി. 7 ദിവസത്തിന് ഈ ആൻറ്റി പറഞ്ഞത് പ്രത്യേകിച്ച് അങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സൗഖ്യം തുടങ്ങിയെന്ന് അപ്പം തന്നെ മനസ്സിലായി. ഈ ഭാഗങ്ങളിലാണ് ഉണ്ടായിരുന്നത്, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഈ 2 കൈയിലും
ഓക്കെ. ഞാനിങ്ങനെ വെളിയിൽ പോകുമ്പോൾ സാരി എടുത്ത് ഇങ്ങനെ മറച്ച് വെക്കും. ഓരോരുത്തർ ചോദിക്കും എന്തോ കയ്യിലെന്ന്. അപ്പോൾ എനിക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചെന്നും ഈ TV പ്രോഗ്രാം ഈ സമയത്ത് ഞാൻ കസേരയിട്ട് അവിടെ പോയി ഇരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അതിന് മരുന്ന് ചെയ്തിട്ടേ ഇല്ല, അത് മാറി ക്രമേണ കൊണ്ട് അതെല്ലാം മാറിപ്പോവുകയും ചെയ്തു. അതുമാത്രമല്ല ബ്രദർ, ഹൈ ഷുഗർ ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ഞരമ്പിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം കൂടി ഈ ആൻറ്റിക്ക് ഉണ്ടായിരുന്നു. ഇതും ഒരു വിഷമത്തിനൊരു കാരണമായിരുന്നു. ഒരു ദിവസം സിസ്റ്റർ ക്ഷമ TV പ്രോഗ്രാം കൂടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായി മാറി. അതിനുശേഷം ആ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എപ്പോഴും അങ്ങ് വെള്ളം ഒലിച്ച് ഞാൻ തോന്നുന്നു കാഴ്ച. അപ്പം ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ച് കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം ഇടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാകും. അപ്പം ഞാൻ വിളിച്ചത് ഇത് എൻ്റെ കാര്യമാണല്ലോ. അതിൽ പിന്നെ ആ വെള്ളം എടുപ്പ് അന്നേരം നിന്നു. അന്നേരം നിന്നു, പിന്നെ വന്നിട്ടേ ഇല്ല. ഹല്ലേലൂയ. ഈ രോഗസൗഖ്യങ്ങൾക്കായി യേശുവിനെ സ്തുതിക്കാം. കർത്താവ് ഈ അമ്മയ്ക്ക് കൊടുത്ത ഈ അത്ഭുതകരമായ 2 വിടുതലുകൾക്കുമായി നന്ദി പറയുന്നു. സാധാരണ ചികിത്സിച്ചാൽ മാറുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനാൽ ഒരുമിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഈ സാക്ഷ്യം കാണുന്നവരിലും അത്ഭുതങ്ങൾ പടരാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു ഇന്ന് പ്രാർത്ഥിക്കുന്നു, അതിലെല്ലാം വിടുതലുണ്ടാകട്ടെ. ഈ അമ്മയെ ഞങ്ങൾ അനുഗ്രഹത്തോടെ അയക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ജീവനെ തന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരവസരത്തിൽ ശിഷ്യന്മാരുമായി താൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടുന്ന് അവരോട് കൽപ്പിച്ചു, ഒരു കൽപ്പന ഇപ്രകാരം കൊടുത്തു. എന്താണ് ആ കൽപ്പന? നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഓക്കെ. എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെ ഡു നോട്ട് ലീവ് ജെറുസലേം ബട്ട് വെയിറ്റ് ഫോർ ദ ഗിഫ്റ്റ് മൈ ഫാദർ പ്രോമിസ്ഡ്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത ദാനത്തിന് വേണ്ടി. എല്ലാവരും പറഞ്ഞ ദൈവത്തിൻ്റെ ദാനം. ഏതാണ് ഈ ദാനം? പരിശുദ്ധാത്മാവ് എന്ന ദാനം. ആ ദാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടിപ്പോൾ പോകരുത്. എന്ന് വെച്ചാൽ പിന്നീട് ജെറുസലേം വിട്ട് നിങ്ങൾ പോകേണ്ടി വരും. ഇനി നിങ്ങൾ ലോകം എമ്പാടും പോകേണ്ടി വരും. ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ
പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം സ്വീകരിച്ചു കഴിയുമ്പോൾ പലരും പല സ്ഥലങ്ങളിൽ ചെന്ന് യേശുവിനെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചു കഴിയുമ്പോൾ, അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ ആ വാഗ്ദത്തമായ ദൈവത്തിൻ്റെ ദാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറപ്പെടാം. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമ്മൾ വായിക്കുന്നത്, ഇത് 4 വായിച്ചത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും യഹൂദ്യയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളായി മാറും. ഹല്ലേലൂയ. ഇനി ആ ഭാഗം മുഴുവൻ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനാലുള്ള ഒരു സ്നാനത്തെ നിങ്ങൾക്ക് ഞാൻ നൽകും. അതിനുശേഷമാണ് നിങ്ങൾ പുറപ്പെട്ട് എല്ലാ ഇടങ്ങളിലും പോയി എൻ്റെ സാക്ഷികളായി മാറേണ്ടത്. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് യേശുവിൻ്റെ സാക്ഷികളായി തീരാൻ ആഗ്രഹമുണ്ട്? കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ കാണിക്കാമോ? സാക്ഷികളായി തീരണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കണം. ആർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കിട്ടുന്നത്? ആർക്കും കിട്ടും. ആർക്ക് വേണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ അവൻ നൽകും. കാരണം അന്ത്യകാലത്ത് സകല ശരീരങ്ങളുടെ മേലും അവൻ തൻ്റെ ആത്മാവിനെ പകരും. അതിൻ്റെ പേരാണ് ദ ജനറൽ പോറിംഗ് ഔട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവർക്കും, സഭ നോക്കാതെ, വിഭാഗങ്ങൾ നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കാതെ, ചെറുപ്പക്കാരനാണോ കുഞ്ഞാണോ വലിയവനാണോ എന്ന് നോക്കാതെ, പണമുണ്ടോ ഇല്ലയോ ഇതൊന്നും കർത്താവ് നോക്കുന്നില്ല. ആർക്ക് ഉള്ളിൽ ദാഹമുണ്ടോ വിശ്വാസമുണ്ടോ അവർക്കെല്ലാം സൗജന്യമായി കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലിയിലിരുന്ന ഒരു സമയത്ത്, ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഭവനത്തിൽ വെച്ചൊരു പ്രാർത്ഥന നടക്കുകയാണ്. പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഒന്ന് ചെന്നു, അവരോട് കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. എന്നോട് ചില കാര്യങ്ങൾ അല്പസമയം സംസാരിക്കാൻ പറഞ്ഞു, ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ചില വാക്കുകൾ ഒരു 10-15 സെൻറ്റൻസ് പറഞ്ഞു കാണും. ആ സമയത്ത് അതിശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുറിയിലേക്ക് ഇറങ്ങി വന്നു. ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പരിശുദ്ധാത്മാവ് അതിശക്തമായി ആ മുറിയിലേക്ക് ഇറങ്ങി വന്നു. കുറച്ച് ചെറുപ്പക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവരുടെ ശരീരങ്ങളെല്ലാം ചലിക്കാൻ തുടങ്ങി. പലരും അതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇത് അതിനുശേഷമുള്ള ഒരു റെഗുലർ ഫിനോമിനൻ ആയി മാറി. എല്ലാ ഇടങ്ങളിലും, എല്ലാ മീറ്റിങ്ങുകളിലും ദൈവം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുക. ചിലർ വിചാരിക്കും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ സംബന്ധിച്ച് നന്നായി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു 2 വർഷത്തിനകം ദൈവം പരിശുദ്ധാത്മാവിന് നൽകുമായിരിക്കാം. നോ. വരുന്ന ആദ്യ ദിവസം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച ദൈവം എല്ലാവരെയും തിരികെ വിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്കൊരു പക്ഷേ ബൈബിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഉൽപ്പത്തിയും അറിയില്ല, വെളിപ്പാടും അറിയില്ല, അകത്തുള്ള വചനങ്ങളൊന്നും അറിയില്ല. പക്ഷേ വരുന്നവർക്കെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ വന്ന ശേഷമാണ് സകല സത്യങ്ങളിലും നാം വഴി നടത്തപ്പെടുന്നത്. അല്ലാതെ എല്ലാം അറിഞ്ഞ ശേഷം അവൻ വരികയല്ല.
ചിലർ വിചാരിക്കും വളരെ നല്ല വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ. നോ, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. വന്നു കഴിയുമ്പോൾ പാപം വിട്ട് അവർ വിശുദ്ധിയിലേക്ക് നടക്കും. നമ്മെ ആത്മീയമായി കൈപിടിച്ച് നടത്താനാണ് ജീവനുള്ള വെള്ളം, ദൈവത്തിൻ്റെ ദാനം എന്നൊക്കെ പേർ വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആളത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. കാരണം മാറ്റം ഇല്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ കാലത്ത് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് എന്ന ദാനം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും വേണ്ടെങ്കിൽ, ഞാൻ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നാൽ അത് അയാളുടെ മിസ്റ്റേക്കാണ്. എന്നാൽ എനിക്ക് വേണം യേശുവേ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആത്മാവിനെ അവൻ പകരും. ഈ ആത്മാവ് വന്നാൽ ഒന്ന്, ഏകാന്തത ആ നിമിഷം വിട്ടുപോകും. കാരണം വേറൊരു വ്യക്തി ആത്മീയമായി നമ്മുടെ അകത്ത് വന്ന് വാസം ചെയ്യുകയാണ്. ഇനി ഒരു വ്യക്തിയല്ല, ഒറ്റയ്ക്കല്ല, ഏകനല്ല, ഏകയല്ല, അവൻ നമ്മോട് കൂടെ വസിക്കുകയാണ്. ഏകാന്തത അനുഭവിക്കുന്ന എല്ലാവരോടും എൻ്റെ ഒരു അപേക്ഷ, ഏകാന്തത മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുക. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ അതോടെ തീർന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ വസിക്കും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. 2, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ അശുദ്ധിയെയും പാപത്തെയും നമ്മൾ വെറുക്കാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധിയിലേക്ക് പോകാൻ അവൻ നമ്മെ നടത്തും. 3, വചനം വായിക്കുമ്പോൾ അതിൻ്റെ പൊരുളുകൾ മനസ്സിലാകാൻ തുടങ്ങും. കുറേ നാളായി വചനം വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ജീവനുള്ളവനായതുകൊണ്ട്, അവനൊരു വ്യക്തി ആയതുകൊണ്ട് അകത്തിരുന്ന് നമുക്ക് പൊരുളുകൾ തിരിച്ചു തരും. ഇതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം ബൈബിൾ എഴുതിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ വ്യക്തി തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചു തരും. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ശക്തിയോടെ വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2:38 വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അവൻ സംസാരിക്കുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ പത്രോസ് ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവ്രി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ ഫൊർഗിവ്നെസ് ഓഫ് യുവർ സിൻസ് ആൻഡ് യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. ഓക്കെ. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വേണ്ടത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് വേണ്ടത്? 1, ദാഹം. കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 2, വിശ്വാസം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവുകൾ ഒഴുകും. ഒരു കാര്യം കൂടെ പറയാം, ശരീരം. അത് പറയാൻ കാരണം ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ശരീരങ്ങളുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഒരു ശരീരം ഉണ്ടായിരിക്കണം. എത്ര പേർക്ക് ശരീരമുണ്ട്? കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? ശരീരമുള്ളവരെല്ലാം. ഈ ശരീരത്തിലാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നത്. ഒരാത്മാവിന് വസിക്കുവാൻ ഒരു ബോഡി ആവശ്യമാണ്, ഒരു ശരീരം ആവശ്യമാണ്. പിന്നെ വേണ്ടത് എന്തെല്ലാം? ദാഹം വേണം, വിശ്വാസം വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കാതെ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ അന്ന് മുതലുള്ള ജീവിതം വളരെ വളരെ വ്യത്യാസമുള്ളതായിരിക്കും. അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മേൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ച ശേഷം ആ നിമിഷം മുതൽ സകലത്തിലും വ്യത്യാസം വന്നു.
ജീവിതം മുഴുവൻ മാറി. ജീവനുള്ള ദൈവം ആരാണ് എന്ന ബോധ്യം അകത്തു വന്നു. കാരണം ജീവനുള്ള വെള്ളമായ പരിശുദ്ധാത്മാവാണ് അകത്ത് വന്നിരിക്കുന്നത്. ദൈവിക വെളിപ്പാടുകൾ അവൻ നമുക്ക് തുറന്നു തരും. ജീവിതത്തിന് അർത്ഥമുണ്ടാകും. എല്ലാറ്റിലുപരിയായി ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ ഇത് ഒരു സൺഷിപ്പിന്റെ, പുത്രത്വത്തിന്റെ ആത്മാവാണ്. നമ്മളെ മക്കളാക്കി തീർക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കൈകൾ ശക്തിയോടെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, വന്ന ശേഷമാണ് മറ്റുള്ളവർക്ക് കൂടെ ദൈവവചനം പറഞ്ഞു കൊടുക്കാനും യേശുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാം നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണ വീട്ടമ്മയാകാം, ഒരു സാധാരണ മനുഷ്യനാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സകലത്തിലും ഒരു വ്യത്യാസം, കുടുംബത്തിൽ സകലത്തിലും വ്യത്യാസം. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ ഏപ്രിൽ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി ഏപ്രിൽ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നവർ പല നിലകളിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവരുടെ ജീവിതത്തിൽ നീ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ കർത്താവെ ഈ സമയത്ത് അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം ക്ഷീണിച്ച്, ഏകദേശം ഉണ്ടായിരുന്ന വെയ്റ്റിനേക്കാൾ 20 കിലോഗ്രാമോളം വെയ്റ്റ് കുറഞ്ഞ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന, ഏതൊരു പ്രത്യേക രോഗം മൂലം വെയ്റ്റ് ലോസ് ഉണ്ടായി ആരോഗ്യം പോലും വല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് മുതൽ ആ ശരീരത്തിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. അതുപോലെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിൽ ആയിരിക്കുന്ന പലരെയും കർത്താവ് ഇന്ന് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ മാത്രമല്ല മനസ്സിൻ്റെ മേൽ കർത്താവ് ഒരു വലിയ സൗഖ്യം പകരുകയാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ഉറക്കത്തിന് പ്രയാസമുള്ള ഒത്തിരി പേർ, ഒരുപക്ഷെ നിങ്ങൾ പിൽസ് എടുത്തിട്ടായിരിക്കും ഉറങ്ങുന്നത്, പല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളൊന്ന് ഉറങ്ങുന്നത്. പക്ഷേ ദൈവിക അനുഗ്രഹത്താൽ വളരെ സുഖകരമായ നിദ്ര കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ തന്നെ നാച്ചുറലായി വേണ്ടത്ര ഉറക്കം അവർക്ക് ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നീര് കെട്ടിക്കിടക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നത്. അതുപോലെ ആസ്മ രോഗമുള്ള ഏകദേശം 10-12 വയസ്സിൽ താഴെയുള്ള ചില കുട്ടികൾ, വല്ലാത്ത ആസ്മ രോഗം, അത് പഠനത്തെ ബാധിക്കുന്നു, സ്കൂളിൽ പോകുന്നതിനെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ചില കുട്ടികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുട്ടികൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ലിവറിനെ, കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ
വലിയ വിടുതലുകൾ ഇപ്പോൾ തന്നെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. കർത്താവെ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങ് പ്രവർത്തിച്ചതിൻ്റെ ആ റിപ്പോർട്ടുകൾ കേൾക്കുവാൻ അങ്ങ് ഇടയാക്കണമേ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും അതുപോലെ സന്ദേശങ്ങളുടെ DVD-കൾ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ ഓൺലൈനായി ഇത് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് blessingtoday.tv എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് സന്ദർശിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.